അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മാതാവായ സോണിയാഗാന്ധിയോടും സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയോടും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളോടും ഒക്കെ ഒപ്പമാണ് അദ്ദേഹം പത്രിക സമർപ്പിക്കാനെത്തിയത്. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ രംഗത്ത് ചർച്ച നടക്കുന്നു. ഒന്ന്, അദ്ദേഹം നാമനിർദ്ദേശീയ പത്രിക റായ്ബറേലിയിൽ നിന്ന് ഫയൽ ചെയ്യുന്നു എന്നറിഞ്ഞ ഉടൻ തന്നെ പ്രധാനമന്ത്രി ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഒളിച്ചോടുന്നത് നല്ലതല്ല, ഭീരുക്കളുടെ ലക്ഷണമാണ് എന്നുള്ള അർത്ഥത്തിലുള്ള പ്രസ്താവന നടത്തി. അതിന്റെ കാരണം, രാഹുൽ ഗാന്ധി നേരത്തെ മത്സരിച്ചിരുന്നത് അമേഠിയിൽ നിന്നായിരുന്നു. അമേഠിയിൽ നിന്ന് അദ്ദേഹം 3 തവണ വ്യക്തമായി തെരഞ്ഞെടുക്കപ്പെടുകയും ഒടുവിൽ അദ്ദേഹം 2019 സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയും ചെയ്തു. 1967 ഈ അമേഠി മണ്ഡലം ഉണ്ടായ അന്നു മുതൽ തന്നെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യം ഏകദേശം 3.70 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിക്കുന്നതെങ്കിൽ ഒടുവിൽ അദ്ദേഹം സ്മൃതി ഇറാനിയോട് അവസാന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അത് അദ്ദേഹത്തിന് വലിയൊരു ഷോക്കായിരുന്നു. കാരണം അദ്ദേഹത്തിന് കോൺഗ്രസിന് വളരെ വ്യക്തമായ സ്വാധീനം ഉണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ പിതാമഹന്മാരായി തന്നെ ആ മണ്ഡലം വളരെ ശ്രദ്ധിച്ചു പരിപാലിച്ചു പോരുന്ന ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായ പരാജയം വളരെ വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ റായ്ബറേലിയിൽ അമേഠിയിൽ നിന്ന് മത്സരിക്കണമോ അതോ റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കണമോ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുകയും അവിടെ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പേരിനേക്കാൾ അമേഠിയിലും റായ്ബറേലിയിൽ ആദ്യം ഉയർന്നു കേട്ടത് അദ്ദേഹത്തിന്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയുടെ പേരാണ്. നേരത്തെ സോണിയാഗാന്ധി തുടർച്ചയായി വിജയിച്ച ഒരു മണ്ഡലമായിരുന്നു. അപ്പൊ പ്രധാനമന്ത്രി ഈ ആരോപണം ഉന്നയിക്കാനുള്ള ഒരു കാരണം, ഇദ്ദേഹം മണ്ഡലം വിട്ട് ഒളിച്ചോടി പോകുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, നേരത്തെ സോണിയാഗാന്ധി അവിടെ ഇന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ഒടുവിൽ അവിടുന്ന് അവർ മാറി പിന്നീട് രാജസ്ഥാൻ വഴി MP ആയി പാർലമെന്റിൽ എത്തുകയും ചെയ്തു. അപ്പൊ അവരും മണ്ഡലം വിട്ടു പോയി. ഇപ്പം ഇതാ തുടർച്ചയായി രാഹുൽ ഗാന്ധിയും അമേഠിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു ഒടുവിൽ പരാജയപ്പെട്ട ഉടനെ അവിടെ നിന്ന് മണ്ഡലം വിട്ട് ഒളിച്ചോടുന്നു. അപ്പൊ ആ തരത്തിൽ ഒരു മണ്ഡലം വിട്ട് ഒളിച്ചോടി മാറിപ്പോകുന്നു എന്നുള്ള തരത്തിലുള്ള വലിയൊരു ക്യാമ്പയിൻ BJP അവിടെ സെറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ മറ്റൊരു വലിയ പ്രശ്നം കൂടി അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ട്. പ്രശ്നം എന്ന് പറയുന്നത്, വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ഒരു MP ആണ്. അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ചിരുന്നു. സ്വാഭാവികമായും അത് തെക്കേ ഇന്ത്യയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇവിടെ മത്സരിച്ച് ഊർജം പകർന്ന ഒരു വ്യക്തി ഇനി റായ്ബറേലിയിൽ മത്സരിക്കുകയും തെരഞ്ഞെടുക്കപ്പെടുകയും കൂടി ചെയ്താൽ ഏതെങ്കിലും ഒരു സ്ഥലം ഉപേക്ഷിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു വലിയ പ്രശ്നമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉയർത്തുക. അതുകൊണ്ട് പലവട്ടം അദ്ദേഹം ആലോചിച്ചു എന്ത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച്. അദ്ദേഹത്തിന്റെ പേരായിരുന്നില്ല അവിടെ ഉയർന്നു കേട്ടത്, തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ പേരായിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തേക്ക് ഇല്ല, ഇത്തവണ റായ്ബറേലിയിൽ മത്സരിക്കുന്നില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്തോടുകൂടിയാണ് ഒടുവിൽ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മത്സരിക്കുവാൻ തീരുമാനിക്കുന്നത്. അപ്പം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഹൃദയഭൂമിയിൽ ഇത് ഇപ്പൊ ഏതാണ്ട് 1/3 തെരഞ്ഞെടുപ്പ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇനിയും കൂടുതൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഭൂരിപക്ഷം പ്രദേശങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കും. 300-ലധികം മണ്ഡലങ്ങളിൽ ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം വലിയൊരു ഊർജം പകരും എന്നുള്ളൊരു വിശ്വാസമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഒരു പഴയ രാഹുൽ ഗാന്ധി അല്ല. അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന വിമർശനങ്ങൾക്കൊക്കെ അതീതനായി കാശ്മീരിൽ നിന്ന് ഇവിടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ജോഡോ യാത്രയൊക്കെ നടത്തി കോൺഗ്രസിന് വളരെ വലിയ ഒരു ഊർജം പകർന്ന ഒരു ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വളരെയധികം ഊർജം പകരുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം. എന്നാൽ ഇത് ഒട്ടേറെ വാഗ്വാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിതെളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയും വയനാട് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടി വന്നാൽ അത് ഒരുപക്ഷെ തെക്കേ ഇന്ത്യയിൽ ഇത് വളരെ വലിയ സ്വാധീനം ഇപ്പോഴെന്നല്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല, ഇത് പിന്നീട് ഈ ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ നയിക്കുന്നതിനും ഇദ്ദേഹത്തിനെതിരായി വരുന്നതിനും ഒക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിനും മുന്നണിക്കും ഇന്ത്യ മുന്നണിക്കും ഒക്കെ എതിരായി മാറാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള പരക്കെ പറയപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, മറ്റൊരു കാര്യം,
സോണിയാഗാന്ധി തെരഞ്ഞെടുക്കപ്പെടുന്നു, രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെടുന്നു. ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി കൂടി എവിടെ നിന്ന് മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നെങ്കിൽ ഒരു വലിയ വിമർശനം, കുടുംബാധിപത്യം എന്നുള്ള വിമർശനം തീർച്ചയായിട്ടും കേൾക്കേണ്ടി വന്നേനെ. അത് ഒഴിവാക്കാൻ കൂടി വേണ്ടി തന്നെയാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാതിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധി മാത്രമായി പരിമിതപ്പെടും. അപ്പൊ അതൊരു പക്ഷേ കുടുംബാധിപത്യം എന്നുള്ള വിമർശനങ്ങൾക്ക് ഇതെങ്കിലും ഒരല്പമെങ്കിലും കുറച്ചുകൊണ്ടുവരാൻ കഴിയും എന്നുള്ള അർത്ഥത്തിലാണ് അവർ മത്സരിക്കാതിരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, 2009-ലും 2014-ലും 2019-ലും ഒക്കെ ഏതാണ്ട് 10 സീറ്റായിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പിന്നീട് അത് BJPയെ സംബന്ധിച്ചിടത്തോളം വെറും 10 സീറ്റായിരുന്നു UP-ൽ ഉണ്ടായിരുന്നത്. പിന്നീട് അത് 71 സീറ്റാവുകയും പിന്നീട് 62 സീറ്റായി മാറുകയും ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2009-ൽ 21 സീറ്റ് ഉണ്ടായിരുന്നത് 2014 2 സീറ്റും പിന്നീട് 2019-ൽ 1 സീറ്റായിട്ട് കുറയുകയും ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ വലിയൊരു ഊർജം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെ ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല അമേഠിയിൽ സ്മൃതി ഇറാനി വീണ്ടും മത്സരിക്കുന്നു. അവർക്കെതിരെ വളരെ ഇവരുടെ കോൺഗ്രസിന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള കിഷോർലാൽ ശർമ്മ മത്സരിക്കുകയാണ്. അപ്പൊ അത് കോൺഗ്രസിന്റെ വളരെ കുടുംബ സുഹൃത്താണ്. നേരത്തെ നമുക്കറിയാം രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്ന സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന കിഷോർലാൽ ശർമ്മയാണ് ഇത്തവണ അവിടെ ഇന്ന് സ്മൃതി ഇറാനിയെ നേരിടുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സൃഷ്ടിക്കുന്ന റിപ്പിൾ ഇഫക്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് ഒരു അതിന്റെ ഒരു സ്വാധീനം അത് ഹിന്ദി ഹൃദയഭൂമിയിൽ തീർച്ചയായിട്ടും നേട്ടം കൊയ്യാൻ വേണ്ടി ഉപയോഗിക്കുക എന്നൊരു ലക്ഷ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് പറയാതെ വയ്യ. മാത്രമല്ല ഈ ഭാരത് ജോഡോ യാത്ര നടത്തുകയും ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJP പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തക്കാട്ടുന്ന മോദി തന്നെ വളരെ വലിയ വിമർശനങ്ങളുമായിട്ടാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ളത്. ആദ്യം 400 സീറ്റ് നേടും അവർ ഒറ്റയ്ക്ക് തന്നെ എന്ന് അവകാശപ്പെട്ടിരുന്ന അവർ അതിൽ ഒരല്പം പിന്നോക്കം പോവുകയും ഇതര ക്യാമ്പയിനുകളിലേക്ക് ശ്രദ്ധ ഊന്നുകയും ചെയ്തു. അതിന്റെ ഒരു കാര്യം, അവരുടെ ആത്മവിശ്വാസത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. എങ്കിൽ തന്നെയും അവര് മോദി സർക്കാർ 3-0 വരും എന്നുള്ള കാര്യത്തിൽ പൊതുവെ സംശയത്തിന് ഇടയൊന്നും ഇല്ല എങ്കിലും ഈ ഒരു പ്രശ്നം അവരുടെ മുൻപിൽ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ നേടിയ പല സീറ്റുകളും ചിലപ്പോൾ അവർക്ക് നഷ്ടം വന്നേക്കാം, അല്ലെങ്കിൽ പിടിച്ചു കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും അവർ നല്ല സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ മുന്നണി എന്നുള്ളതൊരു വളരെ വലിയ ചലഞ്ചാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഉണ്ടായ സീറ്റുകൾ നിലനിർത്തുക, അതിൽ നിന്ന് മുന്നോക്കം പോവുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി എന്ത് പരിശ്രമം നടത്തിയും തങ്ങളുടെ നില മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല പല തിരിച്ചടികളിലും ഇതിനോടകം തന്നെ കോൺഗ്രസ് പാർട്ടി നേരിട്ട് കഴിഞ്ഞു. ചില മണ്ഡലങ്ങളിൽ ഇപ്പൊ സൂറത്തിലായാലും ഇൻഡോറിലായാലും മത്സരിക്കുന്നതിന് മുമ്പേ തന്നെ അവിടെ BJP സ്ഥാനാർത്ഥി വിജയിച്ചു കയറിയതും, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് അവിടെ മത്സരിച്ചവരൊക്കെ വഞ്ചനാപരമായിട്ടുള്ള അവരുടെ സ്ഥാനാർത്ഥികൾ വഞ്ചനാപരമായ നിലപാടുകൾ എടുത്തതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തീർച്ചയായിട്ടും ലക്ഷ്യം വെക്കുന്ന ഒരു വലിയ ആവേശമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ. പക്ഷെ അതേസമയം തന്നെ ഇതൊരു വലിയ സ്പേസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമർശനത്തിന്റെ ഒരു വലിയ അവസരം കൂടി ഇത് തുറന്നിടുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സോണിയാഗാന്ധി എത്തുന്നു, രാഹുൽ ഗാന്ധി എത്തുന്നു, അതൊരു കുടുംബാധിപത്യത്തിന് വഴിവെക്കുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ വിമർശനം തീർച്ചയായിട്ടും ഉയർന്നു വരും. എന്ന് മാത്രമല്ല മണ്ഡലങ്ങൾ പരിപാലിക്കാതെ ഒളിച്ചോടുന്നവരാണെന്നുള്ള പേരുദോഷം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കൊണ്ടുവരും. അപ്പൊ ഒരുപോലെ ഗുണവും ദോഷവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിലും ഇതൊരു ജീവൻ മരണ പോരാട്ടമായതിനാൽ തീർച്ചയായും പരമാവധി നേട്ടം കൊയ്യുക എന്നുള്ളത് തന്നെ ആണ് കോൺഗ്രസ് പാർട്ടിയും രാഹുൽ ഗാന്ധിയും ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ റായ്ബറേലിയിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയ ഒരു ശക്തി പകരുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ രംഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ തരത്തിൽ വിമർശനങ്ങൾ തുറന്നുവിടുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ ഹിന്ദി ഹൃദയഭൂമിയിൽ വളരെ വലിയ തരത്തിൽ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യാൻ ഇതൊരു അവസരമാകുന്നു. അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി ഹൃദയഭൂമിയിൽ നിങ്ങളോടൊപ്പം ഉണ്ട്, തങ്ങളുടെ നേതാവ് മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ സ്വാധീനം സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടൊപ്പം കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്.